ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയോട് പറയാം, ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോയുടെ ഹൃദയത്തെ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ അവൻ സംസാരിക്കുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ആ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ ഇത്രമാത്രം വിശ്വാസം കൊടുത്ത ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഈശോ കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈശോ പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. അവൻ ഈശോയുടെ മനസ്സിനെ ചോദ്യം ചെയ്തത്, അവനവൻ്റെ വിശ്വാസവും ആശ്രയത്വം അവന് വെളിപ്പെടുത്തിയത്. ആ നിമിഷം ഈശോ ഇടപെടുക. ഇന്ന് നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും പ്രതിസന്ധികളൊക്കെ നോക്കിയുണ്ടെങ്കിൽ ഈശോയോടൊന്ന് പറയാം, ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ സൗഖ്യപ്പെടും, എൻ്റെ ജീവിതം രക്ഷപ്പെടും, എൻ്റെ പ്രതിസന്ധികൾക്ക് ഉത്തരമാണ്. ഈശോയിലേക്ക് നോക്കിക്കൊണ്ടെന്ന് പറയാം. തീർച്ചയായിട്ടും അവിടെ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും, നിനക്ക് ഉത്തരം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചു കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, പരിപൂർണമായിട്ട് നിന്നിൽ ആശ്രയിക്കുവാൻ, എന്ത് പ്രതിസന്ധിയാലും നിന്നെ ആശ്രയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണം. ഈ വ്യക്തിയുടെ പ്രതിസന്ധികളിലേക്ക് നിന്റെ കരുണ കാണിക്കണമേ, നിന്റെ മനസ്സ് കാണിക്കണം. ഈ ദിവസത്തിന് വേണ്ട കൃപയും നന്മയും സംരക്ഷണവും നൽകണമേ, ഇപ്പോഴും എപ്പോഴും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമില്ല.